രാമായണം 12-ാം ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗത്തിൻ്റെ കഥ കേട്ടാലോ? അങ്ങനെ ശ്രീരാമസ്വാമി സീതാ ലക്ഷ്മണന്മാരോട് കൂടി പഞ്ചവടിക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ഒരു കഴുകനെ കണ്ടു. കഴുകനെ കണ്ടപ്പോൾ ഏതെങ്കിലും രാക്ഷസന്മാരാണോ എന്ന് ശങ്കിച്ചു. പിന്നീട് മനസ്സിലായി അത് ജടായുവാണ് എന്ന്. തൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ജടായുവിനെ പഞ്ചവടിയിൽ തങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ താമസിക്കുവാനായി അനുവാദം കൊടുത്തു. അങ്ങേക്ക് എപ്പോഴും എന്ത് സഹായത്തിനും ഒരു ദാസനെ പോലെ ഞാനിവിടെ ഉണ്ടാകുമെന്ന് ജടായു പറഞ്ഞു. അതിനുശേഷം അവർ പഞ്ചവടിയിലെത്തി. ലക്ഷ്മണൻ നല്ലൊരു പർണശാല പണിതു. അവിടെ അവർ 3 പേരും താമസിക്കാൻ തുടങ്ങി. രാവണൻ്റെ അനുജത്തിയാണ് ശൂർപ്പണഖ. അവൾ ദണ്ഡകാരണ്യത്തിൽ ജലസ്ഥാനത്താണ് താമസം. ഖരനും 14,000 രാക്ഷസന്മാരും അവളുടെ സഹായത്തിന് ഉണ്ട്. ശൂർപ്പണഖയുടെ ചെറിയമ്മയുടെ മകനാണ് ഖരൻ. പ്രായം കൊണ്ട് അവളുടെ അനുജനാണ്. ശൂർപ്പണഖ ഒരു ദിവസം ഗൗതമി തീരത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു. അവൾ ആ നദിയുടെ കരയിൽ താമര, വജ്രം, അങ്കുശം, ധ്വജം മുതലായ പാദരേഖകളോടുകൂടിയ കാൽപ്പാടുകൾ കണ്ടു. കാൽപ്പാടുകൾക്ക് തന്നെ ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ പുരുഷൻ എത്രയധികം സൗന്ദര്യവാനായിരിക്കണം എന്ന് അവൾക്ക് തോന്നി. ആ കാലടിപ്പാടുകൾ പിന്തുടർന്ന് ശൂർപ്പണഖ ശ്രീരാമസ്വാമിയുടെ ആശ്രമത്തിലെത്തി. സീതയോടുകൂടി ഇരിക്കുന്നവനും കാമദേവനേക്കാളും സുന്ദരനുമായ ശ്രീരാമനെ കണ്ട് അവൾ കാമപരവശയായി തീർന്നു. അവൾ രാമനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ആരുടെ മകനാണ്? എന്തിനാണ് ഈ കാട്ടിൽ വന്ന് താമസിക്കുന്നത്? ഞാൻ ശൂർപ്പണഖയാണ്. രാക്ഷസ രാജാവായ രാവണൻ്റെ അനുജത്തിയാണ്. ഞാൻ ഖരൻ എന്നു പേരുള്ള അനുജനോടൊത്ത് ജലസ്ഥാനത്ത് താമസിച്ചു വരുന്നു. ഞാൻ മുനിമാരെ ഭക്ഷിച്ചുകൊണ്ട് ഇവിടെ സുഖമായി കഴിയുന്നു. അങ്ങ് ആരാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രീരാമചന്ദ്രൻ താൻ ആരാണെന്നും എന്തിനാണ് ഈ കാട്ടിൽ വന്നതെന്നും മറുപടി പറഞ്ഞു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ ശൂർപ്പണഖയോട് ചോദിച്ചു, ഞാൻ എന്താണ് ഭവതിക്ക് ചെയ്തു തരേണ്ടത്? രാമൻ ചോദിച്ചത് കേട്ട് കാമപരവശയായ ശൂർപ്പണഖ പറഞ്ഞു, രാമ വരൂ, ഞാൻ അങ്ങയിൽ അനുരക്തയാണ്. എനിക്ക് സുന്ദരനായ അങ്ങില്ലാതെ ജീവിക്കാൻ വയ്യ. നമുക്ക് കാടുകളിലും പർവ്വതങ്ങളിലും ഒന്നിച്ച് വിനോദിച്ച് സഞ്ചരിക്കാം. ഇതുകേട്ട് ശ്രീരാമചന്ദ്രൻ സീതയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്. എന്നെ ഒരിക്കലും വിട്ടുപിരിയാത്തവളാണ്. ഭവതിക്ക് സപത്നി ദുഃഖം ഞാൻ കൊടുക്കില്ല. അതായത് വേറൊരു ഭാര്യ ഉണ്ടായിരിക്കുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദുഃഖം സീതാദേവിക്ക് ഞാൻ കൊടുക്കില്ല. അതാ അവിടെ നോക്കൂ, എൻ്റെ അനുജൻ ലക്ഷ്മണൻ നിൽപ്പുണ്ട്. അവൻ അത്യന്തം സുന്ദരനാണ്. അവനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അവൻ ഭവതിക്ക് അനുരൂപനായ ഭർത്താവായി തീരും. ചെല്ലു, അവനോട് ചോദിക്കൂ. രാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ശൂർപ്പണഖ ലക്ഷ്മണനെ സമീപിച്ച് പറഞ്ഞു, ലക്ഷ്മണ, സുന്ദരനായ അങ്ങ് എൻ്റെ ഭർത്താവായി തീരുമോ? അങ്ങയുടെ ജ്യേഷ്ഠൻ അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് സുഖമായി വസിക്കാം. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ രാമൻ്റെ ദാസനാണ്. എന്നെ സ്വീകരിച്ചാൽ ഭവതിയും ദാസിയായി തീരും. അതിനേക്കാൾ ദുഃഖം മറ്റെന്താണ് ഉള്ളത്? അതുകൊണ്ട് രാമനെ തന്നെ സമീപിക്കൂ. ഇതുകേട്ട് ദുഷ്ടമനസ്സോടുകൂടിയ ആ രാക്ഷസി വീണ്ടും രാമൻ്റെ സമീപത്ത് ചെന്നു. അപ്പോഴേക്കും സുന്ദരിയായി വന്ന ശൂർപ്പണഖയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നു. എന്നിട്ട് കോപത്തോടെ പറഞ്ഞു, നിങ്ങളെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി കളിപ്പിക്കുകയാണല്ലേ? എന്തായാലും നമ്മളുടെ ചേർച്ചയ്ക്ക് തടസ്സം സീതയാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങയുടെ മുൻപിൽ വെച്ച് തന്നെ അവളെ കൊന്നു തിന്നുന്നതാണ് എന്നും പറഞ്ഞ് സീതയുടെ നേരെ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. അപ്പോൾ രാമൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ അവളുടെ മൂക്കും മുലകളും കാതും മുറിച്ചു വീഴ്ത്തി. ഉറക്കെ കരഞ്ഞുകൊണ്ട് ശൂർപ്പണഖ ഓടി ഖരൻ്റെ മുൻപിൽ ചെന്ന് വീണു. ഖരൻ പരിപരുത്ത സ്വരത്തിൽ ശൂർപ്പണഖയോട് ചോദിച്ചു, ഇതെന്താണ്? മരണത്തിൻ്റെ വായിലേക്ക് പോകുവാൻ ബന്ധപ്പെടുന്ന ആരാണിത് ചെയ്തത്? ഞാൻ ഉടനെ തന്നെ അവനെ കൊല്ലുന്നുണ്ട്. ശൂർപ്പണഖ അവിടെ നടന്ന സംഭവമെല്ലാം ഖരനോട് പറഞ്ഞു. എനിക്ക് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ചോര കുടിക്കണം. അവരുടെ മാംസം തിന്നണം. നീ അവരെ കൊന്നില്ലെങ്കിൽ ഞാൻ നിന്റെ മുൻപിൽ പ്രാണത്യാഗം ചെയ്യും. ശൂർപ്പണഖ പറഞ്ഞത് കേട്ട് കോപാകുലനായ ഖരൻ
ദൂഷണൻ എന്ന സേനാനായകനോടും അനുജനോടും കൂടി 14,000 രാക്ഷസ സൈന്യത്തോടൊപ്പം രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ വരുന്ന കോലാഹലം കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, വലിയൊരു ഇരമ്പൽ കേൾക്കുന്നില്ലേ? രാക്ഷസന്മാർ യുദ്ധത്തിന് വരുന്നത് പോലെ തോന്നുന്നു. ഇപ്പോൾ ഞാനും അവരും കൂടി ഭയങ്കരമായ യുദ്ധം നടക്കും. നീ സീതയെ ഒരു ഗുഹയിൽ കൂട്ടിക്കൊണ്ടുപോയി അവളെ സംരക്ഷിക്കൂ. ഇവരെ തോൽപ്പിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. നീ മറിച്ചൊന്നും പറയരുത്. അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സീതയോടുകൂടി ഒരു ഗുഹയിൽ പ്രവേശിച്ചു. രാമൻ അരയും തലയും മുറുക്കി വില്ലിൽ ഞാൻ കെട്ടി ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് യുദ്ധത്തിന് തയ്യാറായി. അപ്പോഴേക്കും രാക്ഷസ സൈന്യം രാമൻ്റെ മുന്നിലേക്ക് വന്ന് പല വിധത്തിലുള്ള ആയുധങ്ങൾ വർഷിക്കാൻ തുടങ്ങി. രാക്ഷസന്മാർ വലിയ പാറക്കല്ലുകളും മരങ്ങളും രാമൻ്റെ നേരെ വലിച്ചെറിഞ്ഞു. രാമൻ അവയെല്ലാം എള്ളിൻ മണികളെപ്പോലെ നുറുക്കി. 14,000 രാക്ഷസന്മാരെയും ഖരനെയും ദൂഷണനെയും ഖരൻ്റെ അനുജനെയും വെറും 3.25 നാഴിക കൊണ്ട്, അതായത് 1.5 മണിക്കൂർ കൊണ്ട് കൊന്നൊടുക്കി. ലക്ഷ്മണൻ സീതയോടുകൂടി ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം രാക്ഷസന്മാരെയെല്ലാം രാമൻ ഒറ്റയ്ക്ക് കൊന്നതു കണ്ട ലക്ഷ്മണൻ ആശ്ചര്യപ്പെട്ടു. സീതാദേവി രാമൻ്റെ ശരീരത്തിൽ അമ്പേറ്റുണ്ടായ മുറിവുകൾ തൻ്റെ കൈകൊണ്ട് തടവി വേദന അകറ്റി. ഖരനും 14,000 രാക്ഷസന്മാരും ഒരു കാലത്ത് മഹാദേവനെ തപസ് ചെയ്ത ഋഷിമാരായിരുന്നു. യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ജ്ഞാനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച മുനിമാരോട് മഹാദേവൻ പറഞ്ഞു, ഞാൻ ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയായി അവതരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നാരായണനും മഹാദേവനും ഒന്നു തന്നെയാണെന്ന്. ഇങ്ങനെ ഞാൻ അവതരിച്ച് വനവാസത്തിന് വരുന്ന സമയത്ത് നിങ്ങളെ വധിച്ച് നിങ്ങൾക്ക് ശാപമോക്ഷം തരാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നതാണ് എന്നൊരു അനുഗ്രഹം മഹാദേവൻ കൊടുത്തിരുന്നു. അങ്ങനെ രാക്ഷസന്മാരായി വന്ന് ജനിച്ചവരാണ് ഇവരെല്ലാം തന്നെ. ഖരവധം കഴിഞ്ഞ് തനിച്ചിരിക്കുന്ന വേളയിൽ ശ്രീരാമസ്വാമി സീതാദേവിയോട് പറഞ്ഞു, അധികം വൈകാതെ രാവണൻ ഇവിടെ എത്തും. സാക്ഷാൽ ലക്ഷ്മി ദേവിയായ സീതാദേവിയെ ആർക്കും അപഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദേവി സ്വന്തം ശരീരത്തെ അഗ്നിയിൽ ഒളിപ്പിച്ചു വെച്ച് പകരം ഒരു മായാസീതയെ നിർമ്മിച്ച് ഈ ആശ്രമത്തിൽ നിർത്തണം. ഈ രഹസ്യം മറ്റാരും അറിയരുത്. അങ്ങനെ സാക്ഷാൽ ലക്ഷ്മി ദേവിയായ സീതാദേവി തൻ്റെ യഥാർത്ഥ ശരീരത്തെ അഗ്നിയിൽ സമർപ്പിച്ച് ഒരു മായാസീതയെ ആശ്രമത്തിൽ നിർത്തുകയും ചെയ്തു. ലക്ഷ്മണൻ പോലും ഈ സത്യം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഖരനും 14,000 രാക്ഷസന്മാരും മരിച്ചതറിഞ്ഞ ശൂർപ്പണഖ ഉറക്കെ കരഞ്ഞുകൊണ്ട് ലങ്കയിൽ ചെന്ന് രാവണൻ്റെ കാൽക്കൽ വീണു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.